ഗോപൻ എഴുതിയ ഹൊറർ ത്രില്ലർ നോവലാണ് രക്തനിവേദ്യം. അല്ല, മുറ്റമടിക്കാൻ വന്നതാണ്. നർമ്മത്തോടെ ശിവതയുടെ മറുപടി. അവളുടെ കണ്ണുകളിൽ കുസൃതിയുടെ തിളക്കമുണ്ടായിരുന്നു. ഓ തമാശക്കാരി, പ്രിയൻ്റെ ചിരി വീണ്ടും. സാറിന് ഈ പേപ്പർ കിട്ടിയില്ലായിരുന്നു? ഇതിൻ്റെ ഹയർ കിട്ടിയില്ല. ശിവതയ്ക്കും ഹയറായിരുന്നു അല്ലേ? അതെ എന്നവൾ തലയാട്ടി. വണ്ടി കൊണ്ടുവന്നില്ലേ? സംശയത്തോടെ പ്രിയൻ ചോദിച്ചു. ഇല്ല സാർ, ചേട്ടൻ എന്ന് വേണമെന്ന് പറഞ്ഞു. എന്നെ രാവിലെ ഇവിടെ സ്റ്റാച്യൂവിൽ കൊണ്ട്. ഈ നോവൽ എഴുതാൻ എത്ര നാളെടുത്തത്? 2 വർഷം. 2 വർഷം. അപ്പം എവിടെ ഇരുന്ന് വീട്ടിൽ ഇരുന്ന് തന്നെയാണ്? എനിക്ക് ഒരു വീട്ടേ അതെടുക്കുന്നു. രണ്ടുപേരും വാക്സിൻ തൃശ്ശൂർ 6 പേര് കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീല ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിടയാകണേ, സത്യമെന്നുള്ള ചിന്തയോടെ ഞാൻ ശാന്തി അറിയണമേ, ഭൂമി അമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ, ജീവജാലങ്ങളാകെയും ജന്മബന്ധുവായിടണേ, ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ, ലോകമൊന്നെന്ന പാഠമെന്നുമെൻ മനസ്സിലെഴുതേണമേ, മനസ്സിലെഴുതേണമേ. ഈ സമയം സ്വാഗതം പറയുന്നതിനായി രക്തനിവേദ്യം എന്ന നോവലിന്റെ പ്രിയ എഴുത്തുകാരൻ അഖിലിനെ ക്ഷണിക്കുന്നു. വായിക്കാറുണ്ടോ എന്നൊക്കെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾക്ക് പറയണമെന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇറക്കുകയാണ്. ഞാൻ 2008 ധനുച്ചുരം കോളേജിൽ ജോയിൻ ചെയ്ത സമയത്താണ് ടീച്ചറെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ വായന ഉണ്ടെങ്കിൽ എഴുതാറില്ലായിരുന്നു. അപ്പോൾ 2008 ചിങ്ങമാസം 1-ാം തീയതി ഞങ്ങളെല്ലാം മുണ്ടൊക്കെ കൊടുത്ത്, ആണുങ്ങളെല്ലാം പെൺകുട്ടികളെല്ലാം നല്ല പുളിയിലക്കര സാരിയൊക്കെ കൊടുത്ത് വന്നൊരു സമയമായിരുന്നു. പക്ഷേ ആ ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അടഞ്ഞ അധ്യായം വേണമെങ്കിൽ പറയാം. അന്ന് ഭയങ്കര ഒരു സമരം നടന്നു. IHRD ധനുച്ചുരം കോളേജും ഞങ്ങളുടെ കോളേജും കൂടെ ഭയങ്കര ഒരു പ്രശ്നം നടന്നു. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മഹാഭാരത യുദ്ധം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കല്ലെറിയും കൂക്കിവിളികളുമായിട്ട് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അതായത് ടീച്ചർ പഠിപ്പിക്കുന്ന രീതി, അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി ഞങ്ങളൊരു 3-4 സ്റ്റുഡൻസ് ടീച്ചറിൻ്റെ ക്ലാസ്സിൽ കൃത്യമായിട്ട് വരുമായിരുന്നു. ഞാനന്ന് കൺസെഷൻ പോലും എടുത്തിരുന്നില്ല. കാര്യം എനിക്ക് കൺസെഷൻ നഷ്ടമായിരുന്നു. കാര്യം ഞാൻ എല്ലാ ദിവസവും കോളേജിൽ പോകാറില്ല. ഞാൻ മാസത്തിലൊരു
ഒരു 5 or 6 ക്ലാസ്സോ ടീച്ചറിൻ്റെ ക്ലാസ്സുള്ള സമയത്ത് ഞാൻ പോകാറുണ്ടായിരുന്നു. 8 വർഷമായി ടീച്ചറെ കണ്ടിട്ടെങ്കിൽ പോലും ഞാൻ ഓരോ ദിവസവും ടീച്ചറിൻ്റെ കാര്യം ഓർക്കാറുണ്ട്. ഞാൻ നമ്മുടെ മനുപ്രസാദ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ജോലി ചെയ്യുന്ന പുള്ളിയോട് ചോദിക്കാറുണ്ട്. ഇപ്പം ടീച്ചറിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അങ്ങോട്ടേ മനസ്സിലാക്കാറുണ്ട്. അങ്ങനെ ആണ് എൻ്റെ വിദ്യാർത്ഥി ജീവിതത്തിൽ ഞാൻ പിന്നെ എഴുത്തിനെയും വായനയും പിന്തുടർന്ന് പതിയെ എഴുതി വായനയെ സ്നേഹിച്ച് പതിയെ എഴുതി തുടങ്ങി. പക്ഷെ ഞാൻ എഴുതുന്നത് എൻ്റെ മാതാപിതാക്കൾക്കോ ബന്ധുജനങ്ങൾക്കോ ആർക്കും തന്നെ അറിയില്ലായിരുന്നു. ചുമ്മാ എന്തെങ്കിലുമൊക്കെ കോറിയിടുമായിരുന്നു. പിന്നെ അതിനെ കൂട്ടി വെച്ച് വായിച്ചിട്ട് ചവിട്ടുകൊട്ടയിലും അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ ഈ കഥയിലേക്ക് വന്നത് 2024 ഒക്ടോബർ മാസം 10-ാം തീയതിയാണ്. ഞാനിപ്പോഴും ഡയറി കുറിച്ചിട്ടുണ്ട്. ആ ദിവസമാണ് ഞാൻ ഈ കഥ എഴുതി തുടങ്ങി. അതായത് ഇതിൻ്റെ ത്രെഡ് കിട്ടിയത് അങ്ങനെയാണ്. ഇത് പലരും ചോദിച്ചു, ഈ പോസ്റ്റർ കണ്ടപ്പോൾ ചോദിച്ചു, ഇത് പണി മേടിച്ച് പിടിക്കും, ഇത് മറ്റേ അയ്യപ്പസ്വാമിയുടെ രക്തനിവേദ്യമല്ലേ എന്നൊക്കെ പലരും ചോദിച്ചു. അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ അതിന് ഇതൊരു കുലബന്ധം പോലും ഇല്ല എന്നുള്ള രീതി മനസ്സിലാക്കണം. പിന്നെ ഇതില് കഥാപാത്രങ്ങളെ ഞാൻ നല്ല രീതിയിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. മോശം കഥാപാത്രങ്ങളൊന്നും ഇല്ല. അത് ജീവനുള്ള കഥാപാത്രങ്ങളാണ്. അത് നടക്കുന്ന സമയവും സ്ഥലവും നമ്മുടെ ഈ മേഖലയിൽ പെട്ടതാണ്. അപ്പോൾ ഇനി സ്വാഗതത്തിലേക്ക് വരികയാണെങ്കിൽ, അപ്പം നമ്മുടെ ആദ്യമായിട്ട് ടീച്ചറിനെയാണ് സ്വാഗതം ചെയ്യേണ്ടത്. ടീച്ചറിനെ കുറിച്ച് പിന്നെ സുനിൽ പറയുന്നതായിരിക്കും നല്ലത്. ടീച്ചറിനെ ഞാൻ ഈ വേദിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നതായിരിക്കും. പറഞ്ഞത് സാറിനെ പോയി കണ്ട് കവർ പ്രകാശനം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ സാറിനെ വിളിക്കുകയും സാറ് ജൂൺ 29-ാം തീയതി 11 മണിക്ക് മിഷന്റെ ഓഫീസിൽ വരാൻ പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ അവിടെ പോയി. അവിടെ ചെന്ന് സാറുമായിട്ട് കവർ പ്രകാശനം ചെയ്തു. അതിനുശേഷം സാറിനോട് ഞാൻ ചായ കുടിക്കാമോ എന്ന് ചോദിച്ചു. എനിക്കറിയാം സാറ് വരില്ലായിരുന്നു എന്നറിയാം. എന്നാലും ഞാൻ ചുമ്മാ ചോദിച്ചു. സാറും സാറിൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ വന്നു. നമ്മൾ അയൽവക്കത്തൊരു കടയിൽ പോയി ചായ കുടിച്ചു. പക്ഷെ ചായ കുടിച്ചിട്ട് എനിക്ക് പിന്നെ ഒരു കുറ്റബോധം തോന്നി. ആളാണ്. അപ്പൊ സാറിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നല്ലവരായ എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ അതൊരു 10-30 വർഷമായിട്ട് കഥയ്ക്ക് പിന്നാലെ നടക്കുന്ന ഒരാളാണ്. കഥയിൽ ഗവേഷണം തുടങ്ങുന്ന സമയത്താണ് കഥയ്ക്ക് പിന്നാലെ നടക്കാൻ തുടങ്ങിയത്. നമ്മളെല്ലാവരും കഥകൾക്ക് പിന്നാലെ നടക്കുന്നവരാണ്. വായിക്കണമെന്നില്ല, നമുക്കെല്ലാം ഇഷ്ടം കഥ കേൾക്കാൻ, കഥ പറയാൻ, കഥ ഉണ്ടാക്കുന്നുണ്ട്. നമുക്കൊരു വാല് കിട്ടിയാൽ മതി, നമ്മളതിൽ നിന്ന് കഥ ഉണ്ടാക്കുന്നവർ. അങ്ങനെ അത്ര ഇഷ്ടമുള്ള ഒരു എഴുത്തുകാരുടെ ഒപ്പം ഇരിക്കുന്നു എന്നുള്ളതാണ് മലയാളത്തിൻ്റെ സമകാല മലയാള കഥയുടെയും നോവലിൻ്റെയും രംഗത്ത്. മാംഗോവിൻ്റെ നോവലിൽ നമ്മളിപ്പോൾ സമകാലത്ത് വലിയ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ നോവലിൻ്റെയും എഴുത്തിൻ്റെയും ഒക്കെ പരിപ്രേക്ഷ്യവും അതിൻ്റെ സ്പേസ് മാറുന്നു നമ്മൾ കാണുകയാണ്. നോവലിൽ അടുത്ത കാലത്തെ വിവാദങ്ങളൊക്കെ നമ്മൾ കാണുകയാണ്. എവിടെ വരെ പോകാം, അനുഭവങ്ങൾ ഏതറ്റം വരെ, നേരനുഭവങ്ങളാണോ നേരിട്ടല്ലാത്ത അനുഭവങ്ങളാണോ എഴുത്തുകാർ കൈവയ്ക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. പ്രിയപ്പെട്ട കുട്ടികളുടെ ചടങ്ങുകളിൽ പങ്കെടുക്കുക എന്നുള്ളത് ഞങ്ങൾ മാഷന്മാരെ സംബന്ധിച്ച് 30 കൊല്ലത്തെ അധ്യാപന ജീവിതമുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. അപ്പോൾ ഞാൻ അതേസമയം നമ്മുടെ മാത്രമല്ല, എൻ്റെ ചുറ്റുവട്ടം മാത്രമല്ല, എനിക്കപ്പുറത്തേക്ക് ഇനി വരുന്ന തലമുറയ്ക്കും നേരത്തെ പ്രാർത്ഥനാ ഗാനത്തിൽ പറഞ്ഞതുപോലെ ഒരു ഏകലോകം, ഒരു ഭദ്രലോകം എന്ന സ്വപ്നമാണ് വർത്തമാനത്തെ വ്യാഖ്യാനിക്കാനും എനിക്ക് വലിയ ഇഷ്ടമാണ്. അതുപോലെ തന്നെ കഥകൾ, വളരെ വളരെ ശ്രദ്ധേയമായ കഥകൾ. ഞാനിപ്പോൾ കഥകളുടെ കുറ്റമല്ല, നമ്മുടെ കുറ്റമല്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ മനുഷ്യത്വം ഇല്ലാതൊക്കെ ചെയ്യുന്നു എന്നാണ്. അങ്ങനെയല്ല, മറിച്ച് നമ്മൾ ആ പിക്ചർ ഒന്നെടുക്കാൻ, കാഴ്ച ഉണ്ടല്ലോ, കണ്ട സാധനം ഉണ്ടല്ലോ, അതൊന്ന് ഒപ്പിയെടുക്കാൻ ഒരു വസ്തു, ഒരു ആവിഷ്കാരത്തെ, അത് നാടകമോ അല്ലെങ്കിൽ നോവലോ മാത്രമൊന്നുമല്ല, ഏത് കൃതിയും അത് ഗ്രേറ്റ് ആവുന്നത് എങ്ങനെ എന്നതിന് നമ്മൾ നിശ്ചയിച്ച് വയ്ക്കുന്ന കുറേ മാനദണ്ഡങ്ങളുണ്ട്. ഞാൻ പറയുന്നത് ഇത്തരം മാനദണ്ഡങ്ങളൊക്കെ അതത് കാലത്ത് രൂപപ്പെടുത്തുന്നതാണ്. ാനുള്ള മാനദണ്ഡങ്ങളൊക്കെ രൂപീകരിക്കുന്നത് ടാലിയാവുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ ടാലിയാക്കുക, സമ്മത്തിനപ്പുറം അപ്പുറം ഉണ്ട് എന്നുള്ള മാത്രം ചോദ്യത്തിൽ കൃത്യമായിട്ട് കണക്ക് അടുത്തുള്ള ഗവൺമെൻറ് പോലീസ്. എനിക്കിപ്പോൾ ഈ പുസ്തകം എനിക്ക് നല്ല കാലത്തിൻ്റെ ഒരുപാട് സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയിട്ടുള്ള നല്ല വിഷ്വലുകളിൽ
വിഷ്വലിൻ്റെ ഒരു ഭാഷ കൂടി അത് വായിപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ മാത്രമാണ് അഖിലിൻ്റെ വർത്താനം കേൾക്കാനും ജേക്കബിൻ്റെ പ്രകാശനം അത് ടാറ്റു എന്ന ചെറുകഥാ പറയാനുള്ളതൊക്കെ ടീച്ചർ വളരെ ഭംഗിയായിട്ട് നിങ്ങളോട് അവതരിപ്പിച്ചു. അഖില് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ മാസം അവസാനമാണ് എന്നെ വിളിക്കുന്നത്. ഇങ്ങനൊരു പുസ്തകമാണ്, എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് അഖില് വിളിക്കുന്നത്. സുഹൃത്ത് പറയുന്നത് അഖില് വിളിക്കുകയും എൻ്റെ ഓഫീസിൽ വരികയും ഈ പുസ്തകത്തിന്റെ കവർ പ്രകാശിപ്പിക്കുകയും ചെയ്തു. അന്ന് തന്നെ അഖിൽ എനിക്ക് പുസ്തകം തന്നിരുന്നു. ഞാൻ അന്ന് തന്നെ വീട്ടിൽ പോയിട്ട് ഈ പുസ്തകം വായിച്ചു നോക്കി. കാരണം എനിക്ക് ക്രൈം ത്രില്ലറുകളുടെ വലിയൊരു ആരാധകനാണ്. കൂടുതൽ ഇംഗ്ലീഷിലാണ് ഞാൻ വായിക്കുന്നത്. ഇംഗ്ലീഷ് ക്രൈം ത്രില്ലേഴ്സ് ആണ് കൂടുതൽ വായിക്കുന്നത്. ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇദ്ദേഹം അഖില് പറഞ്ഞു ഞാൻ ഇതിനു മുമ്പ് നോവലൊന്നും എഴുതിയിട്ടില്ല. അപ്പൊ ഞാനിത് വായിച്ചു നോക്കിയപ്പോൾ ഇത് വളരെ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ വളരെ ഒഴുക്കോടുകൂടി പെട്ടെന്ന് നമുക്ക് ഈ സിനിമയുടെ ഒരു നറേറ്റീവ് സ്കില്ല്, ദൃശ്യങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഇത് നോവലിന്റെ കഥ പറയില്ലെന്ന് ടീച്ചർ പറഞ്ഞത് തന്നെ ഞാനും ആവർത്തി. കാരണം ഇത് ക്രൈം ത്രില്ലറാണ്. സാധാരണ സാമൂഹ്യ വിഷയങ്ങൾ എഴുതുന്ന നോവലുകളാണ് നമുക്ക് അതിന്റെ കഥയോ അതിന്റെ വിശകലനം നടത്താം. ഇതിന്റെ നിങ്ങളൊരു സിനിമയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പൊ നോബഡി എന്ന് പറയുന്ന സിനിമയുണ്ട്, അതിന്റെ കഥ നിങ്ങളോട് സുഹൃത്തിനോട് പറയരുത്, അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്ന പോലെ ക്രൈം ത്രില്ലർ നോവലുകളുടെ കഥ നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ക്രൈം ത്രില്ലറുകളെ പറ്റി പൊതുവായി ഒന്ന് പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കറിയാം രണ്ട് കാര്യങ്ങളാണ് ലോകത്ത് മനുഷ്യന്റെ 99% ഓഫ് മനുഷ്യന്റെ ചിന്തയും കവരുന്നത്. ഒന്ന് മണി, രണ്ടാമത് സെക്സ്. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടത്തിലാണ് ഞാനും നിങ്ങളും അടക്കമുള്ള സമൂഹം മുഴുവൻ. നമുക്ക് ചരിത്രപരമായി ഇതിനെ നോക്കിക്കാണുകയാണെങ്കിൽ നമ്മുടെ മതങ്ങളെ തന്നെ എടുക്കുക. ഇപ്പം രാമായണത്തിന്റെ കഥ ക്രൈം ത്രില്ലർ സ്വഭാവമുള്ളതാണ്. സീതയെ രാവണൻ തട്ടിക്കൊണ്ട് പോകുന്നു, രാമൻ അതിനെ ചേസ് ചെയ്യുന്നു, വളരെ ചേസ് ഉണ്ട്, ഒരുപാട് ഘടകങ്ങൾ അതിലുണ്ട്, പുറകെ പല രീതിയിലുള്ള, അതിന് വേണേൽ ഒരു ക്രൈം ത്രില്ലർ നോവലായിട്ട് നമുക്ക് രാമായണത്തെ വായിക്കാം. സംഭവമുണ്ട്, പറഞ്ഞു കൊടുക്കുകയും അവിടെ നിന്ന് ഒരു ക്രൈം തുടങ്ങുകയും ചെയ്യും. അവരെ അടിച്ച ദൈവം ക്രൈം നടക്കുകയാണ്. ആദ്യം കായീനും ഹാബേലും എന്ന് പറയും രണ്ട് സഹോദരന്മാരുണ്ട്. ഇവർ രണ്ടുപേരും നമ്മൾ അടിയുണ്ടായി ഒരുത്തനെ മറ്റവനെ അടിച്ചു കൊല്ലുന്നു. കാരണം എന്താണ്? ദൈവത്തിന്റെ പ്രീതി അവന് വേണം. അപ്പൊ ഈ രീതിയിൽ മതങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യന്റെ കുറ്റത്തിന്റെയും അവന്റെ ഈ ഉള്ളിലുള്ള ഈ ഭീകരമായ ഈ സംഘർഷത്തിന്റെ കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നമ്മളിപ്പോ 2026 അഭിമുഖീകരിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഒരു 1600 അല്ലെങ്കിൽ 1500 വർഷത്തിലൊക്കെ എത്ര ഭീകരമായ രീതിയിലായിരിക്കും നമ്മൾ ധാരാളം കടമ്പകൾ കടന്ന് ധാരാളം മാനസികമായി പരിവർത്തനം പെട്ടാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ 1500 പഴയ കാലത്ത് മാക്സിമം മനുഷ്യൻ ആയുസ് ഒരു 100 വർഷമാണ്. 100 വർഷമൊന്നും ഇല്ല ഇപ്പൊ. അപ്പൊ അതിന് പിന്നിലേക്കുള്ള ഒരു നൂറ്റാണ്ടുകളിലേക്ക് ഇപ്പോൾ എത്രമാത്രം ഭീകരമായ ഞാനോ അഖിലോ ഒരു ടീച്ചറോ ഒന്നും എഴുതാൻ കഴിയാത്തവർ എത്ര ഭീകരമായ ഒരു ക്രൈമിന്റെയും കുറ്റത്തിന്റെയും അതോടൊപ്പം തന്നെ അത്തരം ഒരു വികാരങ്ങളുടെ ഒരു വലിയ കാലഘട്ടത്തിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ നോയൽ എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹമാണ് ഷെർലക് ഹോംസ് കഥകൾ എന്ന പേരിൽ ഹോംസിനെയും ഷെർലക് ഹോംസിനെയും വാട്സൺ എന്ന് പറയുന്ന ഡോക്ടർ വാട്സൺ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സഹായിയെയും രൂപീകരിച്ചുകൊണ്ട് ആ സ്ട്രാൻഡ് പത്രത്തിൽ ദിവസേന ഇംഗ്ലണ്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ ക്രൈമുകളൊക്കെ വെച്ചുള്ള കഥകൾ രൂപീകരിക്കാൻ തുടങ്ങി ഒരു തെളിവ് എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ പല രീതിയിലും അബ്സല്യൂട്ട് ആയിട്ടുള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണങ്ങളാണ് ഒരു എഴുത്തുകാരന്റെ ഏറ്റവും വലിയ ഒരു അതാണ് ഒരു എഴുത്തുകാരനെ കൂടുതൽ എലിവേറ്റ് ചെയ്യുന്നത്. തന്റെ കഥയെ എലിവേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സൂക്ഷ്മമായ. നമുക്ക് കഥ പറഞ്ഞു പോവാം. നമുക്ക് ഈ സമയം പ്രിയ സഹപ്രവർത്തകന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നെയ്യാറ്റിന്റെ സപ്ലൈ അതുപോലെ ബഹുമാനപ്പെട്ട ജേക്കബ് എബ്രഹാം സാർ, നമ്മളെ കൂടെ ഉള്ള സഹപ്രവർത്തകനാണ് അഖിലിന്റെ ഉള്ളിൽ ഇത്രയും ഇങ്ങനെ ഒരു കഥ എഴുതാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നോവൽ എഴുതാനോ ഒക്കെ ഉള്ളൊരു ഇതുണ്ട്, കപ്പാസിറ്റി ഉണ്ടെന്നോ അങ്ങനെയൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇത് കണ്ടപ്പോഴാണ് നമ്മൾ അറിയുന്നത് അഖിൽ ഇങ്ങനെ ഒരു എഴുത്തുകാരനാണോ എന്നുള്ളത്. അപ്പൊ അതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മള് ഇപ്പം എൻ്റെ ഒരു സഹപ്രവർത്തകനാണ് അഖില്. ഇനി കുറച്ച് നാൾ കഴിയുമ്പം ചിലപ്പം അഖിലിന്റെ പേരിലായിരിക്കും നമ്മളൊക്കെ അറിയപ്പെടുന്നത്. നമ്മൾ അഖിലിന്റെ
കൂടെ ജോലി ചെയ്യണമെന്ന് പറയാനായിരിക്കും ചിലപ്പോൾ നമുക്കൊക്കെ സന്തോഷം. വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹപ്രവർത്തകരെ, സാഹിത്യ വ്യവസ്ഥയിൽ ഇന്ന് ഇങ്ങനെ ഒരു ആദരിക്കൽ പ്രകാശന ചടങ്ങ് നടക്കുമെന്നുള്ളത് വളരെ അടുത്ത നാളായിട്ടാണ് അറിയുന്നത്. അഖിലിനെ 2 വർഷമായിട്ട് പരിചയമുണ്ടെങ്കിലും അഖിലിൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു കലാവാസന ഉള്ള കാര്യം ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് വെച്ചാണ് അറിയുന്നത്. ഇപ്പോൾ വന്നു വരട്ടെ. പിന്നെ അഖിലിൻ്റെ ടീച്ചർ ആശംസിച്ച പോലെ അഖിലിനെ രാത്രിയൊക്കെ പോയി ആലോചിച്ച് ശരിക്ക് ഈ സമയം സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിനെ പ്രതി പൊട്ടിക്കട്ടെ. ആവശ്യമുള്ളവർ 150 രൂപയാണ് അതിൻ്റെ വില. അത് കൊടുത്ത് വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, സദസ്സിലുള്ള പ്രിയ സാഹിത്യ സ്നേഹികളെ, സുഹൃത്തുക്കളെ, പ്രവൃത്ത ബുക്സ് പ്രസിദ്ധീകരിച്ച നമ്മുടെ ഡിപ്പോയിലെ ജീവനക്കാരനായ ശ്രീ അഖിൽ GS ഗോപൻ്റെ രക്തനിവേദ്യം എന്ന ത്രില്ലർ നോവലിൻ്റെ ഈ പ്രകാശന ചടങ്ങാണ് ഇന്നിവിടെ നടന്നത്. അപ്പോൾ ഈ ഒരു ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി എൻ്റെ നന്ദി അറിയിക്കുന്നത് ഈ പുസ്തകം പ്രകാശനം ചെയ്ത പ്രൊഫസർ AG ഒലീന ടീച്ചറോടാണ്. സാക്ഷരതാ മിഷൻ്റെ മുൻ ഡയറക്ടറായ ടീച്ചർ തൻ്റെ തിരക്കുകൾക്കിടയിലും ഇന്നിവിടെ വന്ന് ഈ പുസ്തകം പ്രകാശനം ചെയ്തതിന് നന്ദി രേഖപ്പെടുത്തുന്നു. അദ്ദേഹം നമുക്കറിയാം, ഒരു SSOയുടെ തിരക്ക് നടന്ന സപ്ലൈകോയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും നമുക്കറിയാം. ഈ ഒരു ഇത്രയും തിരക്ക് പിടിച്ച ജോലിക്കിടയിലും ഇങ്ങനെ ഒരു ബുക്ക് അദ്ദേഹത്തിൻ്റെ പാഷൻ അദ്ദേഹം വഴി കണ്ടെത്തുക എന്നുള്ളത് ചെറിയ കാര്യമല്ല, വലിയൊരു കാര്യമാണ്. നമുക്ക് അറിയാം, ഔട്ട്ലെറ്റിൽ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എത്ര മണിക്ക് വിളിച്ചാലും, 8 മണിക്ക് വിളിച്ചാലും 9 മണിക്ക് വിളിച്ചാലും വാച്ച് നോക്കാതെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരാളാണ്. അപ്പം ഞാൻ വന്നിട്ട് ചോദിച്ചു, അണ്ണാ നിങ്ങൾ എങ്ങനെ എഴുതി ഒപ്പിച്ചു എന്ന്. അത് ഞാൻ ഇവിടെ 2 ഡിപ്പോ ഉണ്ട്, മൊത്തത്തിൽ ചാർജ് പണി കൂടുതലുണ്ട്. സാരമില്ല, നമുക്ക് ഈ നല്ലോണം ജോലി എടുക്കുന്ന സമയത്തെ എഴുത്തും വരുള്ളൂ. ഞാനെപ്പോഴും അങ്ങനെ, എനിക്ക് വളരെ ആക്റ്റീവ് ആയിരിക്കുമ്പോഴേ എഴുത്തും വരും, അല്ലെങ്കിൽ മടിയാവും. ടീച്ചറിനെ എല്ലാ ദിവസവും ബാത്റൂം ഓക്കെ, താങ്ക് യു.